ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇത് ഞാൻ രാവിലെ തൊട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റപ്പേ മഴ തന്നെയാണ്. അപ്പോൾ ഇക്കാക്ക് ചായയും കടിയെല്ലാം കൊടുത്ത് നമുക്കാനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചു മഷ്റൂം ബിരിയാണി വെക്കുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മഷ്റൂം കുറച്ച് ദിവസമായിട്ടോ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ അത് കേട് വന്നു പോകുമല്ലോ. ആദ്യം ഓയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലാണ്. പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വല്യുള്ളി കട്ട് ചെയ്ത് വെക്കാം. 2 വല്യുള്ളി, ഒരു തക്കാളി, ഒരു വലിയ തക്കാളി മാത്രം കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് ഇട്ട് ചതച്ചതാട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും 3 പച്ചമുളക് ഇട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം 2 വല്യുള്ളി കട്ട് ചെയ്തത് ഇടാം കേട്ടോ. എല്ലാവരും സേഫായിരിക്കുന്നില്ലേ? എല്ലാവർക്കും സുഖമാണോ? പിന്നെന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ ഞാൻ ഹൈറായിട്ട് പോകുന്നു കേട്ടോ. ഞാനൊക്കെയും കുട്ടികളെല്ലാം സുഖമായിട്ട് പോകുന്നു. വേറെ എന്തൊക്കെയാ? എല്ലാവരും ഒരസുഖവും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് എല്ലാവരും നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. 1 സ്പൂണ് നെയ്യാട്ടോ ചേർത്തത്. നെയ്യല്ല, ആർക്കേജാണ് ചേർത്തത്. ആർക്കേജ് ആ കമ്പനീൻ്റെ അല്ല, വേറെ ഒരു കമ്പനീൻ്റെ ആണ് കേട്ടോ. പക്ഷെ നല്ല നെയ്യാട്ടോ, നല്ല ഒരു നമ്മൾ ഒറിജിനൽ നെയ്യ് പോലെ തന്നെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പശു നെയ്യിൻ്റെ അതേ സ്മെല്ലുണ്ട് അതിന്. ഇവിടെ കൊയിലാണ്ടിയിൽ ഉള്ളവർക്ക് അറിയാം. കൊയിലാണ്ടി ഞായറാഴ്ച തന്നെ സൂപ്പർ ബസാറിലെല്ലാം ഓഫർ ഇടും. എല്ലാത്തിനും ഉണ്ടാവും ഓഫർ. അത് നോക്കിയാണ് ഞാൻ അധികം സാധനം മേടിക്കാറ്. ഇപ്പോൾ ഉള്ളി മാളിച്ചയിലേക്ക് ഞാനൊരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനാട്ടോ ഇടാവൂ. ഇതിപ്പോൾ എനിക്ക് അരിയും കൂടി ഇടേണ്ടതിനെ കൊണ്ടാണ് ഞാനങ്ങനെ ഉപ്പ് കുറച്ച് ജാസ്തിയായിട്ട് ഇടുന്നത്. അപ്പം വല്യുള്ളി നല്ലപോലെ മാളിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇടാം. അത് ഞാൻ പറഞ്ഞില്ല, മറന്നതാട്ടോ. ഒരു ക്യാരറ്റാട്ടോ കട്ട് ചെയ്തിട്ടത്. എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത്, അതൊരു കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയുടെ അല്ലിയും 3 പച്ചമുളകും. പച്ചമുളകില്ലേ മേടിക്കുന്ന, അതാണ് എടുത്തത്. എല്ലാം കൂടെ ചതക്കിയിട്ടു. അതിലൊരു വലിയ തക്കാളി ഇട്ടു. ഞാൻ തൈര് ചേർക്കുന്നില്ല കേട്ടോ. തൈരിൻ്റെ ആവശ്യമില്ല ഈ ബിരിയാണിക്ക്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്താൽ മഷ്റൂമാണ് കേട്ടോ അതിൽ ഇടുന്നത്. കട്ട് ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പക്ഷെ എനിക്ക് ഇവിടെ എല്ലാം കൂണ് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാവും, തൊടിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കത് അറിയേയില്ല. എനിക്ക് പേടിയാണ് കേട്ടോ. ഓരോന്ന് ഫുഡ് പോയ്സൺ ആയി എന്നുള്ള ന്യൂസ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കടയിലെല്ലാം കാണുമ്പം മേടിക്കും. എനിക്കിഷ്ടമാണ്. വേറെ എന്തൊക്കെയാണ്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പം ഒരുവിധം എല്ലാ കടയിലും മഷ്റൂം എല്ലാം കിട്ടുന്നുണ്ട്. ആദ്യം ഇവിടെ ഞങ്ങളെ ടൗണിലൊന്നും കിട്ടൂല കേട്ടോ. അന്നതിൽ അത്ര വലിയൊരു സൂപ്പർ ബസാറൊന്നുമില്ല. അത് കുരുമുളക് പൊടി കേട്ടോ. ഞാനതൊരു 1 സ്പൂണിലും ജാസ്തി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണില്ല, ഒരു 1/4 സ്പൂണ്. അരി അളന്ന അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ 2 ലെമൺ ജ്യൂസാക്കിയിട്ട് അതും ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ തൈരൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒന്ന് അടച്ച് നമുക്ക് പതിപ്പിക്കാൻ വെക്കാം. അത് നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്ക് കൈമ റൈസ് കഴുകി നല്ലോണം ഊറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഇടാം. വേറെ എന്തൊക്കെയാ?
എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. ഒത്തിരി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടുമാണ് ഞാൻ ഒരു വീഡിയോസ് ആരും കാണാനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാണുന്നത്. ഇത് റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി ആണ് കേട്ടോ, കലക്കിയിട്ട് വെച്ചതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വല്യുള്ളി നല്ലപോലെ കട്ട് ചെയ്തിട്ട് നെയ്യിൽ ബ്രൗൺ കളറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ചെയ്യുന്നതായിരുന്നു, ഇപ്പം മറന്നപ്പോൾ ഞാൻ പിന്നീട് ചെയ്തു. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഇട്ട്. ഇവിടെ മറ്റേ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നില്ലേ, നിങ്ങളെല്ലാം എന്താ പറയാന്ന് എനിക്കറിയില്ല, അതുണ്ടായിരുന്നു, അതാണ് ഇട്ടത്. ഇനി നമുക്ക് അത് ദമ്മ് ചെയ്യാം കേട്ടോ. ഗ്യാസിലൊരു മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് അതിൻ്റെ മീതെ വെക്കുന്നതാട്ടോ ഞാൻ. ഒരു 2 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഞാൻ ഡേറ്റ്സ് അച്ചാറിടാൻ പോവാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, ഈത്തപ്പഴം. ചട്ടി നല്ലപോലെ ചൂടാകട്ടെ. ഇതെല്ലാം കുരു കളഞ്ഞ് വെച്ചതാട്ടോ ഈത്തപ്പഴം. കുറച്ച് ഞാൻ എന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എനിക്ക് വിനീഗറിൽ അരച്ച് വയ്ക്കാനുണ്ട് കുറച്ച് ഈത്തപ്പഴം. അപ്പം എന്നാൽ നല്ലപോലെ കട്ടിയായി കിട്ടുക. ഇത് ഞാൻ ഓയിലാട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിലിടാം. ഇത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് കൊടുക്കുമ്പോഴാണ് നല്ലെണ്ണ വേണ്ടിയുള്ളൂ. വീട്ടിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമല്ലോ. ഓയിലിലേക്ക് ഉലുവയും കടുകും പൊട്ടിക്കുക. അച്ചാറൊന്നും ഇടുന്നേരം വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുതേ. കാരണം ഒരാഴ്ച ഒന്നല്ല, പെട്ടെന്ന് കേട് വന്നു പോകും. ഉലുവയും കടുകും പൊട്ടിക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ഇപ്പം പുറത്തേക്ക് കൊടുക്കാനാണെങ്കിലും ഞാനിടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അച്ചാറൊക്കെ പുറത്തേക്ക് വിൽക്കാനിടുന്നത്. പക്ഷെ അത് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്. നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന അതേ രീതിയിൽ ഇട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒരു 3 പച്ചമുളകും എല്ലാം കൂടെ നല്ലോണം ഈ എണ്ണക്കകത്തിട്ട് നല്ലോണം മൂപ്പിക്കുക കേട്ടോ. പിന്നെ അച്ചാർ പൊടി ഇടുന്നില്ല, ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉലുവയും കടുകെല്ലാം വറുത്ത് പൊടിച്ച് വെച്ചതുണ്ട്, അതും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അച്ചാർ പൊടി ഉണ്ടാക്കുന്നതാണ്, അത് തീർന്നു കേട്ടോ. അപ്പം ഉലുവയും കടുകും പൊടിച്ചിട്ടിടാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അച്ചാർ പൊടി യൂസ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളക് കുറച്ച് ചുവന്ന് പോയിട്ടുണ്ട് കേട്ടോ, പച്ച കളറിലല്ല ഉള്ളത്. നല്ലോണം മൂക്കണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം എണ്ണയിൽ കിടന്ന് നല്ലോണം മൂത്ത് വരണം. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിലേക്ക് 3 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ആ മസാല ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പഴം ഇടാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ ബിരിയാണിക്ക്, മന്തിക്ക്, പിന്നെ അങ്ങനത്തെ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചത്. ഈ ഈത്തപ്പഴം ഒന്ന് നല്ലപോലെ വെന്ത് വരണം, നല്ല വെന്ത് നല്ലോണം കുറുകി വരണം.
അതിലേക്കൊരു സ്പൂൺ കായപ്പൊടി കേട്ടോ ചേർത്തത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. കുക്കിങ്ങൊക്കെ ആ ഈത്തപ്പഴം വിനീഗർ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് വിനീഗർ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ നല്ലപോലെ ഈത്തപ്പഴം അരച്ചെടുക്കുക. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർത്തത്. ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. കുറച്ചും കൂടി വിനീഗർ ഞാൻ ഒഴിച്ചിരിക്കാം. നമുക്കിതെല്ലാം ഒന്ന് കുറുകി വറ്റി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ശർക്കര പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കിയാൽ മതി. ഒരു 2 ശർക്കര എടുത്തിട്ട് ഉരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി വെള്ളം എടുത്തിട്ട് ഉരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനി നല്ല മധുരമാവില്ലേ? ഇല്ല കേട്ടോ, അതിന് നല്ലോണം മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. എല്ലാം റെഡി ആയിട്ടോ. ഇത് ഇങ്ങനെ വറ്റി കുറുകി വരുന്ന പരുവാകുന്നവരെ വേവിക്കണം.